നമ്മൾ ഈ ഗ്രഹനില നോക്കുമ്പോഴേ ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങളിൽ നിന്നാലുള്ള ഫലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും നമ്മൾ നോക്കണം. ഓരോ രാശി, അതായത് 12 രാശികളിൽ 9 ഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലമെന്ന് നമ്മൾ നോക്കണം. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് ഈ കേതു ഗ്രഹം ഈ കന്നി രാശിയിൽ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു ഏകദേശ ധാരണയാവും മറ്റ് ഗ്രഹങ്ങളുടെ എങ്ങനെയാണ് നോക്കേണ്ടത്. ഇപ്പോൾ എല്ലാം പറഞ്ഞു വരണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ എടുക്കും. പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് പറയാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ട ആ രാശിയുടെ ആ സ്വഭാവമാണ്. ഇപ്പോൾ കന്നി എന്ന് പറയുമ്പോൾ ഒരു ഭൂരാശിയാണ്. അതിൻ്റെ അധിപതിയെ ബുധനാണ്. അപ്പോൾ ബുധൻ എന്ന് പറയുന്നത് ബുദ്ധിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. രാശിനാഥന് ആ നിൽക്കുന്ന ഗ്രഹവുമായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കണം. ഇവിടെ ബുധന് കേതുവുമായിട്ട് ശത്രുതയൊന്നുമില്ല. സാധാരണയായിട്ട് കേതു ഏത് രാശിയിൽ നിന്നാലും ഏത് ഭാവത്തിൽ നിന്നാലും അതിൻ്റെ ഫലങ്ങളെയൊക്കെ ഒന്ന് കുറയ്ക്കുന്ന ഒരു ഗ്രഹമാണ്. പക്ഷേ ഈ രാശിയിൽ ഇപ്പോൾ ബുധനുമായിട്ടുള്ള ആ ബന്ധം വെച്ചിട്ട് നിൽക്കുമ്പോൾ കേതു എല്ലാം നല്ല രീതിയിൽ തരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കേതു ഒരു രാശിയിൽ 18 മാസം നിൽക്കും. ആ 18 മാസവും ജനിക്കുന്ന എല്ലാവർക്കും ഒരേ ഫലമെന്ന് നമ്മൾ പറയത്തില്ല. ഇതിൻ്റെ ദൃഷ്ടി, പിന്നാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ബലം, ഡിഗ്രി, ഇതെല്ലാം അനുസരിച്ച് ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും. എങ്കിലും ഒരു പൊതുഫലമാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ഒരു 80% കറക്റ്റായിട്ട് വരും. ഇപ്പോൾ കന്നി കേതു നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ഇവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. പിന്നെ എല്ലാം ഇങ്ങനെ വിശകലനം ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെ കൂടുതലായിരിക്കും. പസിൽസൊക്കെ സോൾവ് ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. അവർക്ക് നല്ലോണം അറിയാം അവർക്ക് എന്താണെന്ന് വേണ്ടതെന്ന്. ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലോണക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഇവരൊക്കെ ആയിരിക്കും. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. ഇവർ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തോടോ അതിൻ്റെ ഉടമസ്ഥരോടോ ഒക്കെ ഭയങ്കരമായിട്ട് ലോയലായിട്ട് ഉള്ളവരായിരിക്കും. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കും. പിന്നെ ഈ സൈക്കോളജിക്കലായിട്ടും സ്പിരിച്വലായിട്ടും ഒക്കെ ഇവർക്ക് വളരെയധികം കൂടുതൽ കഴിവുണ്ടായിരിക്കും. പക്ഷേ ഇതെന്തുവാണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ സൈക്കോളജിക്കലായിട്ട് ഈ കഴിവുണ്ടപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇവർക്ക് മെൻ്റലി കുഴപ്പങ്ങൾ വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ, ഇവർ ചെല്ലുന്നിടത്തെല്ലാം ശത്രുക്കളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇവരുടെ ഈ സ്വഭാവം കൊണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പങ്ങളുണ്ടായാലും ആ കുഴപ്പങ്ങളൊക്കെ തരണം ചെയ്യാനുള്ള ഒരു കഴിവും ഇവർക്ക് ഉണ്ട്. ശാരീരിക മാനസികമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുമെങ്കിലും അവർക്ക് അതെല്ലാം തരണം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ചില സ്ത്രീകൾക്കാണെങ്കിൽ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, എല്ലാവർക്കും അല്ലേ. പിന്നെ ഇവർക്ക് ഈ മെഡിക്കൽ ഫീൽഡിലും ഈ കെമിക്കൽ സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളിലും പിന്നെ മിലിറ്ററി സംബന്ധമായിട്ടുള്ള സ്ഥാപനങ്ങളിലുമൊക്കെ ശോഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരങ്ങ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ പോയിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. അതായത് ചെറിയ നമ്മൾ വെറുതെ ഇങ്ങനെ നിസ്സാരമായിട്ട് കളയുന്ന കാര്യങ്ങൾ പോലും ഇവരങ്ങ് കോംപ്ലക്സ് ആക്കിയിട്ട് അത് നമുക്ക് ഭയങ്കരധികം സ്ട്രെസ് വരത്തക്ക രീതിയിൽ പെരുമാറും ഇവർക്ക് ഇതുമൂലം ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും വിഷമതകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ 6ാം രാശിയല്ലേ കന്നി രാശി എന്ന് പറയുന്നത്, അവിടെ ഈ കേതു നിൽക്കുമ്പോൾ ഈ രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു താമസം ഇവരുടെ കാര്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 6, 8 ഭാവങ്ങളിൽ കൂടിയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. നല്ല ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നല്ല കംഫർട്ട്സും നല്ല എല്ലാവരുടെയും മുന്നിൽ നല്ല ഇതായിട്ടൊക്കെ ജീവിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇവർ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ പണം എടുത്ത് ചിലവാക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം പരാജയങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമഘട്ടങ്ങളിൽ നമുക്കൊരു പ്രശ്നത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, അപ്പോൾ ഒരു ഉപദേശം തരണമെങ്കിൽ ഇവരെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവർ അതിനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ചെറിയ വർക്ക് പോലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് ആ വർക്കിനെ അങ്ങ് കോംപ്ലക്സ് ആക്കുന്നത് കൊണ്ട് ഇവർക്ക് ആ സമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു പ്രയാസം നേരിടാനുള്ള സാധ്യതയുണ്ട്. വെറുതെ അങ്ങ് തർക്കിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇവർ മാനസികമായിട്ടൊക്കെ വളരെ അശാന്തിയിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ വെറുതെ അങ്ങ് തർക്കിച്ച് നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ശല്യപ്പെടുത്തും.
കൂടുതൽ പേർക്കും ഈ നാണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ ശത്രുക്കളെ ഇങ്ങനെ ചുമ്മാതെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കല്യാണ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആ സോഷ്യൽ സ്റ്റാറ്റസ്, പണം, ഇതിനൊക്കെ ആയിരിക്കും ഒരു പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ സ്നേഹം അതിനൊക്കെക്കാളും ഇങ്ങനെ പണത്തിന് അങ്ങനെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുക. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ ഒരുപാട് സമയം കളയുന്ന ഒരു പ്രവണതയും ഇവർക്കുണ്ട്. വളരെയധികം ദുരൂഹവും, അതായത് രഹസ്യം സൂക്ഷിക്കാൻ അവർക്ക് എല്ലാം അങ്ങ് രഹസ്യമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും രഹസ്യമായിട്ട് വയ്ക്കാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ ദുരൂഹമായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും ഇവരുടേത്. കൂടുതൽ പേരും സംഭാഷണപ്രിയരായിരിക്കും ഇവർ. ഈ പിന്നെ വർക്കിലൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് അത് വർക്ക് ഹോളിക്സ് എന്ന് പറയത്തില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യാനേ പറ്റും. തമാശ പറയാനൊക്കെ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും ഇവർ. എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അങ്ങനെ സംഭാഷണ പ്രിയരായിരിക്കും കൂടുതൽ പേരും. ബുദ്ധിപരമായിട്ടെല്ലാം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ബിസിനസ്സിലൊക്കെ ഒരുപാട് നല്ല നിലയിൽ എത്തുന്നവർക്കൊക്കെ ഈ കന്നിയിൽ കേതു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കന്നിയിൽ കേതു ആണെങ്കിൽ രാഹു മീനത്തിലായിരിക്കും. അതിൻ്റെ ഫലം വേറെയാണ്. അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആ രാഹു ആ മീനത്തിൽ നിന്നാലുള്ള അത് ആ രാഹുവിൻ്റെ കൂടെ ഇവിടെ ആണെങ്കിലും വേറെ 2 ഗ്രഹങ്ങളും ഇല്ലേ, അപ്പോൾ ഫലങ്ങളെല്ലാം വേറെ വരും. പക്ഷെ ഒരു പൊതുവായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ കന്നിരാശി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വയറിൻ്റെ അടിഭാഗം അങ്ങനെയല്ലേ, അപ്പോൾ അതുമായിട്ട് സംബന്ധിച്ച അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കരൾ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, പിന്നെ വൻകുടലുമായിട്ട് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ, പിന്നെ കാലിൻ്റെ വേദന, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയിൽ നിന്നും അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. പിന്നെ ആനിമൽസ്, എല്ലാ മൃഗങ്ങളിൽ നിന്നും അപകട സാധ്യതകളുണ്ട്. മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവർ വളരെയും സൂക്ഷിക്കണം. പിന്നെ തെക്ക് ദിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതും ഒന്ന് സൂക്ഷിക്കണം. പലപ്പോഴും യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. തീർത്ഥയാത്രകളൊക്കെ ഇവർ വളരെയധികം ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. 6-ാം രാശിയിലല്ലേ കേതു നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ചെറിയ 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 അപകടങ്ങൾ അങ്ങനെയൊക്കെയുള്ളത് കുട്ടിക്കാലം തൊട്ടേ അതൊന്ന് സൂക്ഷിക്കണം ഉണ്ടാകാതെ. ഇടത്തെ കൈവിരലിൽ ഒരു സ്വർണ്ണമോതിരം ധരിക്കുന്നത് നല്ലതാണ്. തെക്ക് ദിക്കിലോട്ട് ഉള്ള യാത്രകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളപ്പോൾ നഷ്ടങ്ങളൊക്കെ വരാതെ ഒന്ന് സൂക്ഷിക്കണം. പ്രസംഗിക്കാനും മറ്റുള്ളവരെ അഡ്വൈസ് ചെയ്യാനും ഒക്കെ വളരെയധികം കഴിവുള്ളവരായിരിക്കും ഇവരെ. മറ്റുള്ളവരിൽ നിന്നും തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സാമർഥ്യവും ഇവർക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വളരെയധികം ബുദ്ധിയുള്ളവരും, പിന്നെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി വിശകലനം ചെയ്യാൻ കഴിവുള്ളവരും, വർക്ക് ഹോളിക്കും ഒക്കെ ആയിരിക്കും കന്നിയിലെ കേതു ഉള്ളവർ. ഒന്നുകൂടി പറയുന്നു, നമ്മൾ മറ്റുള്ള ഗ്രഹങ്ങളെയും കൂടെ നോക്കിയിട്ട് വേണം വിശകലനം ചെയ്യാൻ. പക്ഷേ ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ ഈ രാശികളിൽ നിൽക്കുന്ന നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വെക്കാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരാളുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവർക്കാണെങ്കിൽ ഹീലിംഗ് പവർ ഒക്കെ ഉള്ളതുകൊണ്ട് വൈദ്യശാസ്ത്രപരമായിട്ടൊക്കെ വളരെയധികം നല്ലതാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില വർഷങ്ങളിൽ ജനിക്കുന്നവർ ചില മേഖലയിൽ വളരെ മുൻപന്തിയിൽ വരുന്നത് കാണാം. അത് ഈ രാശിയിൽ ഇങ്ങനെ ഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. വളരെയധികം കഴിയുന്നത്ര ജാതകങ്ങൾ വിശകലനം ചെയ്യാൻ ശ്രമിക്കണം. എന്നിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ട് വേണം നമ്മൾ ഇത് പഠിക്കാനും. ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്, എന്നാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഓം നമഃ ശിവായ.